ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേ. ആദ്യം തന്നെ പെരക്കാവ് അടിച്ച് വരാമെന്ന് വെച്ചു. അതിന് മുന്നേ ഞാൻ കഞ്ഞിയും കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റത്. എന്നാണ് അലാറമൊക്കെ വെച്ചിട്ട് കിടന്നാണ്, പക്ഷേ ഇച്ചിരി വൈകിപ്പോയി. പിന്നെ ഞാനെല്ലാം മുറിക്കാവും എല്ലാം അടിച്ച് വാരി. കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അത്യാവശ്യം പണികളെല്ലാം തീർക്കും, അല്ലെങ്കിൽ എൻ്റെ പുറകെ നടക്കും. അടിച്ച് വാരുമ്പോഴൊക്കെ എൻ്റെ പുറകെ നടക്കുവേ. അവനെ വെച്ച് അടിച്ച് വാരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയം കൊണ്ട് അപ്പോൾ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ വെള്ളം പിടുത്തമാണ് അടുത്ത പരിപാടി. പിന്നെ ഞാൻ കുഞ്ഞിന് മുട്ടയും പഴവും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങാൻ വെച്ചു, കാരണം എളുപ്പപ്പണിക്ക്. പിന്നെ രാവിലെ തന്നെ പരിപ്പ് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നേ. പറ്റലമുളകൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്താണ് വെച്ചത്. തേങ്ങ അരയ്ക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. നല്ലതാണ്, അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ വെച്ചാലും. പിന്നെ വെള്ളം നൂല് പോലെ വരുന്നുള്ളായിരുന്നു കേട്ടോ. എന്നാണ് ഇപ്പം വേനലായതുകൊണ്ടായിരിക്കും വെള്ളം ഇച്ചിരിച്ചേ വരുന്നുള്ളേ. ചില സമയത്തെന്നാൽ നല്ല ശക്തിക്ക് വരികയും ചെയ്യും. ഇന്ന് എന്നാണ് എല്ലാം കൊണ്ട് മോശമായൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ട്. കഞ്ഞിയൊക്കെ ഞാൻ ഊറ്റി വെച്ചു. പിന്നെ അവിടെ അടുപ്പം പാത്രം ഒന്നും ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇട്ടു കേട്ടോ. കാരണം ചാരമൊക്കെ പറന്ന് വീണിട്ടുണ്ടായിരുന്നേ. അതെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാമെന്ന് വെച്ചു. ആദ്യം തന്നെ ബോഡി ലോഷൻ ചോദിച്ചു, പിന്നെ കണ്ണെഴുതി പൊട്ടും തൊട്ടും, പിന്നെ പുറത്തും കഴുത്തിലൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കുന്നു ബോഡി ലോഷനെ. കാരണം എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അവിടുത്തെ കറുത്തപാടും അതൊക്കെ പോകുന്ന നല്ല ബോഡി ലോഷനാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ജസ്റ്റ് പിരികമൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് പിരികത്തിന് ഒട്ടും കട്ടിയും നീളമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എഴുതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് പിരികമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അത്യാവശ്യം ഒരുങ്ങി റെഡിയായിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മുറ്റത്ത് ഇച്ചിരി പരിപാടിയുണ്ട്. വേറൊന്നുമല്ല, 2-3 ചെടി എനിക്ക് നടാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി മാറ്റി വെച്ചിട്ട്, കാരണം ഹാങ്ങിങ്സാണ്, അത് കരിഞ്ഞുണങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനതെല്ലാം പറിച്ച് റീപ്ലാന്റ് ചെയ്യാനാണ് അടുത്ത പരിപാടിയെ. വേറെ മണ്ണൊന്നും എടുക്കുന്നില്ല, ആ മണ്ണ് തന്നെ ഇളക്കി ഞാൻ പിന്നെ ചെറുതായിട്ട് ഒടിച്ച് അതിനായിട്ട് നട്ടു വെക്കുവാണ്. കാരണം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടിത് കട്ടിയായിട്ടുണ്ടാകും കേട്ടോ. ആദ്യം നല്ല കടും റോസ് ആണെങ്കിലും പിന്നെ വലുതായി വരുന്നതനുസരിച്ച് എൻ്റെ നിറം മാറി വരുവേ. നല്ല രസമാണ് ഇത് കാണാൻ. ചേട്ടാ ഇത് പണിസ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അന്ന് തൊട്ടേ ഞാനിത് നോക്കി വരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് വെള്ളം നനവ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മാറ്റി നടുന്നുണ്ട്. നല്ല രസം കേട്ടോ അതുണ്ടായി നിൽക്കുന്ന കാണാൻ. അങ്ങ് തൂങ്ങി കിടക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഈ ഇടയായിട്ട് ചെടിപ്പിരാന്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചെടി വെച്ച് പിടിപ്പിക്കുന്ന നോക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാണോ ഇങ്ങനെ ചേട്ടായി ഓരോ സ്ഥലത്ത് പോയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഓരോ ചെടികളിങ്ങനെ കൊണ്ട് തരും. പിന്നെ ഞാൻ നട്ടു വെച്ച് ഇപ്പോൾ എനിക്കും ചെറിയ ചെടിപ്പിരാന്തൊക്കെ തുടങ്ങി കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ കളറ് കാണാൻ. ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോഴത്തേനും ഒരു നല്ലൊരു രസമല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും നല്ല ചെടികൾ കണ്ടാൽ ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് നടാറുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ആ കൂടെ ഞാൻ എൻ്റെ കൈയും കൂടെ ഒന്ന് കഴുകുന്നുണ്ട്. ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും കണ്ടത്. അപ്പോൾ നല്ല രസമാണ് നട്ട് വെച്ച് കാണാൻ. പിന്നെ വെള്ളം വന്ന സമയത്ത് താഴത്തെ വീട്ടിൽ കൊച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, താഴത്തെ വീട്ടിൽ പുതിയൊരു താമസക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തുകാർ തന്നെയാണ്, പക്ഷേ അവർ താമസം മാറി പോകാതായിരുന്നു. പിന്നെ അവർ താമസിക്കാൻ വന്നപ്പം താഴത്തെ വീട്ടിലെ ചേച്ചി അവിടെ വർത്തമാനം പറയാൻ വേണ്ടി കയറി വന്നതാണ്. ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഈ പുറകെ ഇങ്ങ് പോകുന്നു കേട്ടോ. കാരണം 2 പേരും കൂടെ പിന്നെ ഭയങ്കര കളിയായിരുന്നു. ഇവനങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിച്ചിട്ടില്ല. അപ്പോൾ കൊച്ചിനെ കണ്ടപ്പോഴത്തേനും മാന്തുവോ പിടിക്കുമോ എനിക്കറിയത്തില്ല, എന്നാക്കെ ചെയ്യുന്നത്. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ 2 പേരും കൂടെ ബലൂണൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു കേട്ടോ കുറേ സമയം. ഞാനും പിന്നെ അത് കണ്ടിരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ കളിയെല്ലാം കാണാൻ. പിന്നെ ഞാൻ 2 പേർക്കും ഓരോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തേ. 2 പേരും അതിരുന്ന് കളിക്കുകയോ ബലൂൺ തട്ടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. കുഞ്ഞനാണ് അത് നോക്കിയിരിക്കുവാണേ. അവന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. പിന്നെ ഉച്ചയൊക്കെ അപ്പോൾ പിന്നെ ചോറിനാന്ന് വെച്ച് പരിപ്പ് ചാറും മാങ്ങാച്ചാറും പിന്നെ മീൻ വറുത്തതും പിന്നെ വള്ളിപ്പയർ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. അത് കൂട്ടി ചോറ് കഴിക്കാൻ കുഞ്ഞനാദ്യം കൊടുത്തിട്ടൊന്നും തിന്നുന്നില്ലായിരുന്നു കേട്ടോ. തുപ്പി കളയുമായിരുന്നു. പിന്നെ ഞാൻ അവനൊരു മുട്ട പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങിയത് കൊടുത്തപ്പോൾ കഴിച്ചു കേട്ടോ. പിന്നെ രാവിലെ തല കഴുകിയതെല്ലാം ഉണങ്ങിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മുടിയൊക്കെ എൻ്റെ അഴിച്ചിട്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.